Hi all, welcome to a new session. Today we are going to discuss numericals of midpoint circle algorithm. Let's solve this question. Use midpoint circle algorithm to plot a circle whose radius is 10 units and center at origin. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. റേഡിയസ് തന്നിട്ടുണ്ട് 10 യൂണിറ്റ്സ്. സർക്കിളിൻ്റെ സെൻറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒറിജിൻ ആണ് അല്ലേ? ഒറിജിൻ എന്ന് വെച്ചാൽ കോർഡിനേറ്റ് 0 0. നമ്മൾ അൽഗോരിതം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആയിരിക്കണം എന്നില്ല. പക്ഷേ മിഡ് പോയിൻ്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും എന്താണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്? സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ കോർഡിനേറ്റ്സിനെയും എക്സും വൈയും കോർഡിനേറ്റ്സിനെ ഒറിജിനൽ സെൻറ്റർ ആഡ് ഓൺ ചെയ്തായിരിക്കും ഒറിജിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. ബട്ട് ഇൻ ദിസ് കേസ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒറിജിൻ തന്നെയാണ്. സോ എക്സ് സി വൈ സി എന്ന് പറയുന്നത് 0 0 ആണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഗിവൺ ഡേറ്റ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റേഡിയസ് r=10 തന്നിട്ടുണ്ട്. അതുപോലെ x0 y0 കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 0, r, അതായത് 0 10 ആണ്. പിന്നെ എക്സ് സി വൈ സി എന്ന് പറയുന്നത് ഇവിടെ 0 0 ആണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0. P0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1 മൈനസ് r, വേർ r ഈസ് ദ റേഡിയസ്. നമുക്കിവിടെ എന്താ കിട്ടുന്നത്? 1 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -9. സോ നമുക്ക് ഫസ്റ്റ് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കിട്ടി -9. ഇനി എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? P0യുടെ വാല്യൂ ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ നോക്കണം. ഓക്കെ, വൺസ് ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈച്ച് സ്റ്റെപ്പിൽ അതിൻ്റെ വാല്യൂ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ടു ചെക്ക് എന്താണ് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന്. അപ്പോൾ ഇവിടെ P0 എന്ന് പറയുന്നത് -9 ആണ്. -9 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് നെക്സ്റ്റ് പിക്സൽ പോയിൻറ്റ്സ് ഏതായിരിക്കും? കറണ്ട് എക്സ് വാല്യൂവിൻ്റെ കൂടെ +1 യൂണിറ്റ് ഇൻ്റർവൽ ആഡ് ചെയ്യും. അതുപോലെ വൈ വാല്യൂ എന്ന് പറയുന്നത് പഴയ വൈ വാല്യൂ YK തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് PK+1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PK പ്ലസ്, അതായത് കറണ്ട് PK വാല്യൂ പ്ലസ് 2 × XK + 3. ഇൻ കേസ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് പിക്സൽ പോയിൻ്റ് ഏതായിരിക്കും? XKയുടെ വാല്യൂ എപ്പോഴും യൂണിറ്റ് ഇൻ്റർവെല്ലിൽ കൂടും. YK എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു പോയിൻ്റ് കുറവ്, YK -1 ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് PK+1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PK + 2XK - 2YK + 5 ആയിരിക്കും. അണ്ടിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y എന്ന കണ്ടീഷൻ വരുന്നത് വരെ ഓരോ സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യും? ഈ ചെക്കിംഗ് പ്രോസസ്സ് ചെയ്തിട്ട് നെക്സ്റ്റ് പിക്സൽ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പിക്സൽ പൊസിഷൻസിലായിരിക്കും? 0, ദാറ്റ് ഈസ് 0.10ലായിരിക്കും. ഫോർ സോൾവിങ് ദിസ് വി ഹാവ് ടു കൺസ്ട്രക്ട് എ ടേബിൾ. ആ ടേബിളിൽ എന്തൊക്കെ വാല്യൂസ് നമ്മൾ കൊടുക്കേണ്ടത്? K വാല്യൂസ് വേണം, ഓരോ സെക്ഷനിൽ കണ്ടുപിടിക്കുന്ന PK വാല്യൂസ് വേണം, നെക്സ്റ്റ് പിക്സൽ പൊസിഷൻസ് വേണം, PK+1 കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷൻ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കണ്ടുപിടിക്കുന്ന എക്സ് വാല്യൂസും സർക്കിളിലെ സെൻറ്ററിലുമായിട്ട് ആഡ് ചെയ്യുന്ന പോയിൻ്റ്. ഇവിടെ ആ സെൻറ്റർ 0 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് XK YK നെക്സ്റ്റ് പിക്സൽ പോയിൻ്റ് കിട്ടുന്ന അതുപോലെ വരും. സോ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ എന്താണ്? K 0th സ്റ്റെപ്പിൽ നമ്മൾ P0യുടെ വാല്യൂ, PK എന്ന് പറയുന്ന P0യ്ക്ക് വാല്യൂ കണ്ടുപിടിച്ചു. ഏതാണ്? -9. -9 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. നോക്കി, XK YK എന്ന് പറയുന്നത് നെക്സ്റ്റ്. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ നമ്മൾ മുകളിൽ കൊടുത്തേക്കണം. ഇവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂസ് എന്താണ്? 0, 10. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ എങ്ങനെയാവും? നെക്സ്റ്റ് XK YK എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോഴത്തെ XKയുടെ വാല്യൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു. XK+1ഉം YKക്ക് ചേഞ്ച് ഇല്ല, YK അതുപോലെ. അപ്പോൾ എന്തായി മാറും? 0, 10 എന്നുള്ളത് 1, 10 എന്നായി പിക്സൽ പൊസിഷൻസ്. ഇനി നോക്കി, ഈ 2 ഇക്വേഷൻസിൽ ഏതായിരിക്കും നമ്മൾ എടുക്കുന്നത്? PK+1 എന്ന് പറയുന്ന PK + 2XK+3 എന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ PKയുടെ വാല്യൂ എന്തായിരിക്കും? ഇപ്പോഴത്തെ കറണ്ട് PK വാല്യൂ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? P0 എന്ന് പറയുന്നത് -9 അല്ലേ? -9 + 2 × XK എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ലെവലിലുള്ള അല്ലേ? ഇവിടെ ഏതായിരുന്നു? 0 ആണ്. അപ്പോൾ 2 × 0 + 3. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -6. വാല്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ PK+1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന PKയും അതുപോലെ XKയും എന്നൊക്കെ പറയുന്നത് എന്താണ്? തൊട്ട് മുമ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പിക്സൽ പൊസിഷൻ. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ സെൻറ്ററുമായിട്ട് ആഡ് ചെയ്യും. ഇവിടെ സെൻറ്റർ 0 ആയതുകൊണ്ട് എക്സ് വാല്യൂ ബൈ 1 + 0യും 10 + 0 എന്ത് തന്നെ വരും? 1, 10 തന്നെ വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ
കെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 1 ആയി. അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ പി കെയുടെ വാല്യൂ എന്താണ് -6. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. നോക്കിയേ -6 <0 ആണ്. അപ്പോൾ വീണ്ടും എങ്ങനെയാണ് നെക്സ്റ്റ് പിക്സൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് SK+1 YK ആണ്. അപ്പോൾ അതായത് 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ 2 ആയി. YK ചേഞ്ച് ഉണ്ടോ? ഇല്ല. 10 അതുപോലെ എഴുതി. ഇനി PK+1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? മുമ്പ് കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ ആണ്, <0 ആണ് അല്ലേ. PK+2 SK+3. PK എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വാല്യൂ ആയിരിക്കും? തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച -6. അതുപോലെ 2 ഇൻറ്റു XKയുടെ വാല്യൂ ഏതായിരിക്കും? 1 അല്ലേ. തൊട്ട് മുമ്പ് ഇരുന്ന വാല്യൂ ഏതോ അത് +3. അപ്പോൾ അവിടെ ആൻസർ എന്ത് വന്നു? -1. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താണ്? -1 ആണ് നമുക്ക് PK വാല്യൂ കിട്ടിയേക്കുന്നത് അല്ലേ. PK വാല്യൂ ഇപ്പോൾ വീണ്ടും എന്താണ്? <0 ആണ്. സോ നെക്സ്റ്റ് പിക്സൽ പൊസിഷൻസ് വിൽ ബി 3, 10 അല്ലേ. Y വാല്യൂ ഇവിടെ ചേഞ്ച് ഇല്ല. PK+1 എന്ന് പറയുന്നത് എന്താണ്? -1 + 2 ഇൻറ്റു 2 + 3. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. ഓക്കെ, ഇവിടെ ആ ചേഞ്ച് വരും. കാരണം എന്താണ്? അടുത്ത പിക്സലിലേക്ക് കിട്ടിയ PK വാല്യൂ പോസിറ്റീവ് ആണ്. സോ തേർഡ് ഐട്രേഷൻ ആയപ്പോഴത്തേക്ക് PK വാല്യൂ 6 ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന കണ്ടീഷനാണ്. നെക്സ്റ്റ് പിക്സൽ പൊസിഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? SK+1 YK -1 ആയിരിക്കും അല്ലേ. അപ്പോൾ 4, 9 ആയി. PK+1 യുടെ ഇക്വേഷൻ ഏതാണ്? PK+2 XK - 2 YK +5 ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? -3 ആണ് നെക്സ്റ്റ് PK വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഫോർത്ത് ഐട്രേഷനിലേക്ക് വന്നു. അപ്പോൾ -3 <0 ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പിക്സൽ പൊസിഷൻസ് എന്ന് പറയുന്നത് SK+1 അതുപോലെ എന്താണ്? YK ആണ്. അപ്പോൾ 5, 9. PK+1 എന്ന് പറയുന്നത് PK+2 SK+3 ആണ്. -3 + 2 ഇൻറ്റു 4 + 3 നമുക്ക് 8 എന്ന് കിട്ടി. ഇനി ഫിഫ്ത്ത് ഐട്രേഷൻ ആയപ്പോൾ നമുക്ക് കറണ്ട് PK വാല്യൂ 8 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ XK വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, YK വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ്. അപ്പോൾ എന്തായി മാറും? 6, 8 ആയിട്ട് മാറും. PK+1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PK+2 XK - 2 YK +5. 8 + 2 ഇൻറ്റു 5 - 2 ഇൻറ്റു 9 +5. അപ്പോൾ 5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ സിക്സ്ത് ഐട്രേഷൻ എത്തിയപ്പോഴത്തേക്കും PKയുടെ വാല്യൂ 5 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിക്സൽ പൊസിഷൻ്റെ Xൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി Yയുടെ വാല്യൂ ഒന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് എന്താ കിട്ടിയത്? 7, 7. നോക്കി Xും Yയും ഈക്വൽ ആയിട്ട്. നമ്മുടെ ഈ അൽഗോരിതം ഏതുവരെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? Xൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Y വരെ മാത്രം. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ച പോയിന്റ് എന്ന് പറയുന്നത് 7, 7. നമ്മുടെ കോർഡിനേറ്റ്സ് നമ്മൾ എടുത്തെഴുതുക. ഏതൊക്കെയാണ്? 0, 10, 1, 10, 2, 10, 3, 10, 4, 9, 5, 9, 6, 8 ആൻഡ് 7, 7. ഇതാണ് നമുക്ക് കിട്ടിയ ടോട്ടൽ കോർഡിനേറ്റ്. ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇനി ചില കേസിൽ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിൽ വരുന്നതാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒക്ടൻ വാല്യൂ ആണ് അല്ലേ. ചിലപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ ഫുൾ ഒക്ടൻസും കണ്ടുപിടിക്കാൻ പറയും. അതായത് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്ത് അതിനകത്ത് 2 ഒക്ടൻസ് ആണ് വരുന്നത്. അതിൽ ഒരു ഒക്ടൻറ്റിൻ്റെ സിമെട്രിക് ആയിട്ടുള്ളതായിരിക്കും ഓപ്പോസിറ്റ് ഒക്ടനിൽ വരുന്നത്. XY ആണെങ്കിൽ മറ്റേ വാല്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചു? Y, X ആയിരിക്കും എന്ന് പഠിച്ചു. നമ്മളിപ്പോൾ ഈ ഒരു ഒക്ടൻ്റ് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മൊത്തം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു 2 സെക്ഷനും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒന്ന് XY, ഇപ്പോൾ നമ്മൾ കിട്ടിയ വാല്യൂ XY ആണെന്ന് ഇമാജിൻ ചെയ്താൽ അടുത്ത ഹാഫ് എന്തായിരിക്കും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ റിവേഴ്സ് ചെയ്യും. Y, X. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ Q1 എഴുതിയേക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിൻറ്റ്സ് ആണ്. നമ്മൾ 7, 7 വരെ കണ്ടുപിടിച്ചു. അത് X, Y ആണെങ്കിൽ അതിൻ്റെ ബാക്കി ഹാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Y, X. നമ്മൾ കണ്ടുപിടിച്ച ഓരോ വാല്യൂവിനെയും നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതുന്നു അല്ലേ. നമുക്ക് കിട്ടിയ 6.8 നമുക്ക് 8.6 ആയി. 5, 9 എന്ന് പറയുന്നത് 9,5 ആയി. 4, 9 എന്ന് പറയുന്നത് 9,4 ആയി. അതുപോലെ 10,3, 10,2, 10,1 ഇത്രയും എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ. ഇനി ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇനി ഇതിനെ വേറെ ഏതെങ്കിലും ക്വാഡ്രന്റ് ആക്കാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതേ വാല്യൂസ് തന്നെ ചേഞ്ച് ഇല്ല, സൈൻ മാത്രമേ മാറുള്ളൂ അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? Xൻ്റെ വാല്യൂ നെഗറ്റീവ്, Y പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതേ വാല്യൂസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? X പോർഷൻ എല്ലാം നെഗറ്റീവ് സൈൻ കൊടുക്കുക. 1, 10 എന്നുള്ള എന്തായി മാറും? -1, 10. 2, 10 എന്ന് പറയുന്നത് -2, 10. സിമിലർലി നമുക്ക് ലാസ്റ്റ് പോയിന്റ്സ് വരെ കണ്ടുപിടിക്കാം. ഇനി തേർഡ് ക്വാഡ്രന്റാണ് പറഞ്ഞിരുന്നെങ്കിൽ Xൻ്റെ വാല്യൂ Yയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ X പോസിറ്റീവ്, Y നെഗറ്റീവ്. ഇപ്പോൾ ഒരു ഒക്ടേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എല്ലാ ക്വാഡ്രന്റിലെ എല്ലാ പോയിന്റ്സും നമുക്ക് കണ്ടുപിടിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ 8 സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പഠിച്ചത്.
ക്വസ്റ്റ്യൻ നോക്കിയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വേറൊരു സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ അല്ലാത്ത കേസ് തരികയാണെങ്കിൽ എങ്ങനെയാണ്? ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊന്ന് ചെയ്തു. ലുക്ക്, ഇവിടെ നോക്കിയേ, ഡ്രോ എ സർക്കിൾ യൂസിങ് മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതം ഹാവിങ് റേഡിയസ് 10 ആൻഡ് സെൻറ്റർ ഓഫ് സർക്കിൾ 100,100. ഒറിജിന് ഓരോ എന്താന്ന് തന്നിട്ടുണ്ട്? 100,100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 0,10 തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ XC/YC 0 കൊടുത്തെടുത്ത് ഇവിടെ എന്താണ്? 100 കൊടുക്കുക. ഫൈൻഡ് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0. 1 - R 1 - 10 -9 കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ടേബിളിൽ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ വരുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഇവിടെ നോക്കേ, നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ K ഉണ്ട്, PK ഉണ്ട്, XK+1 YK+1 PK+1ൻ്റെ 2 വാല്യൂസ് ലാസ്റ്റാണ് ചേഞ്ച് വരുന്നത് അല്ലേ? X = X + XC എന്ന കണ്ടീഷനിൽ അവിടെ എന്താണ്? XC/YC എന്ന് പറയുന്നത് 100 110 നമ്മൾ കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചേഞ്ച് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒറിജിൻ ആയിരുന്നതുകൊണ്ട് വാല്യൂസ് XK+1 കണ്ടുപിടിക്കുന്നത് അതുപോലെയാണ് വന്നത്. ഇവിടെ നോക്കി, ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ -9, നമ്മൾ എന്ത് ചെയ്തു? എക്സിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി വൈയുടെ വാല്യൂ സെയിം ആക്കി 1,10 ആക്കി അല്ലേ? എന്നാൽ PKയുടെ വാല്യൂ -6 കിട്ടി. ഇപ്പുറത്ത് വന്നപ്പോൾ എന്താണ്? ഇവിടെ XC/YC 100 110ലാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ എന്തായി മാറും? ഇവിടെ കിട്ടിയ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 + 100, അതെന്തായിട്ട് മാറണം? 101 ആവണം. 110 അതുപോലെ. സിമിലർലി നെക്സ്റ്റ് പിക്സൽ പൊസിഷൻ -6 വന്ന കേസിൽ എക്സിൻ്റെ വാല്യൂ ഒന്ന് കൂടി, വൈക്ക് ചേഞ്ച് ഇല്ല, 2,10 ആയപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ ലാസ്റ്റ് കോളത്തിൽ എന്തായി? 102,110. അതുപോലെ നമ്മൾ ഓരോ വാല്യൂസും നമ്മളിവിടെ XK+1 YK+1 എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതേ ചേഞ്ച് സർക്കിളിൻ്റെ സെൻറ്ററിന് നമുക്ക് അത് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഒറിജിനൽ സർക്കിളിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 100,110 101,110 102,110 103,110 104,109 105,109 106,108 ആൻഡ് 107,107. ഇതാണ് ഒറിജിനൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം സെയിം ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഈസിയാണ് കമ്പ്യൂട്ടേഷൻസ് എല്ലാം. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് റിക്വയർഡ് എന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.